ഇന്ന് ഞങ്ങൾ ഇവിടെ കാണാൻ വന്നത് ഒരു സ്പെഷ്യൽ അതിഥിയെയാണ്. ആ അതിഥി വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുക. നിങ്ങൾക്കും കാണണോ എങ്കിൽ നിങ്ങളും പോരെ. ഇത് തിരുവനന്തപുരം മൃഗശാല. ആർക്കും അറിയാത്ത കവാടമല്ലായിരിക്കും ഇതല്ലേ. ഒത്തിരി പേര് സ്കൂളിൽ നിന്നായാലും അങ്ങനെയൊക്കെ വന്ന് എല്ലാവരും കണ്ടിട്ടുള്ള, സ്കൂളിൽ നിന്നും വീട്ടിൽ നിന്നും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് കണ്ടിട്ടുള്ള സ്ഥലം തന്നെയായിരിക്കും. പക്ഷെ ഞാനൊക്കെ എൻ്റെ കല്യാണത്തിന് ശേഷം, കുഞ്ഞുണ്ടായതിന് ശേഷം കേട്ടോ ഞാൻ ഇതിനകത്ത് ഫസ്റ്റ് ടൈം കയറുന്നത്. ഇപ്പം ഡെയിലി കയറുന്നുണ്ട്. ഇപ്പം പിന്നെ ഇതിനകത്ത് ഫുള്ള് കണ്ട് നടക്കാൻ വേണ്ടി, ഈ വണ്ടിയിൽ ഫുള്ള് കണ്ട് നടക്കാൻ വേണ്ടി പറ്റും. നടക്കാതെ ഇല്ലെങ്കിൽ നടക്കാൻ നല്ല ദൂരമുണ്ട്. ഈ കയറുന്നതിൻ്റെ പാസ് 40 രൂപയാണ് ഒരാൾക്ക്. കുഞ്ഞു പിള്ളേർക്ക് പാസ് വേണ്ട. അങ്ങനെ ഞങ്ങൾ പാസ് എടുത്ത് അകത്ത് കയറി. പാസ് എടുത്ത് അകത്ത് കയറിയപ്പം എന്നെ കൂട്ടാതെ അവർ ഫ്രണ്ടിലോട്ട് പോയി. അവർ ഫ്രണ്ടിൽ പോയപ്പോൾ ഞാൻ സെക്യൂരിറ്റിയെ കാണിച്ചു കൊടുക്കും, അതുകൊണ്ട് അവരുടെ കൂടെയാണ് പോകുന്നതെന്ന്, അല്ലെങ്കിൽ എന്നെ അവർ കയറ്റി വിടത്തില്ലല്ലോ. അങ്ങനെ കയറി അകത്ത് കയറി നമ്മൾ ആദ്യം കാണുന്നത് ഒരു പോത്തിനെയാണ്. ഒന്നല്ല, 3-4 എണ്ണം ഉണ്ട്. പോത്തിനെ കണ്ടു കഴിഞ്ഞിട്ട് അടുത്തത് കാണുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും സിംഹവാലൻ കുരങ്ങിനെയാണെന്ന്. നിങ്ങളൊന്ന് കണ്ടു നോക്കുക കേട്ടോ. കാണാൻ വേണ്ടിയിട്ട് ഒരു 3-4 എണ്ണം ഉണ്ട്. ഈ മൃഗശാലയിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ഹനുമാൻ കുരങ്ങ് ചാടിപ്പോയത്. ഇത് കാട്ടുപോത്തിൻ്റെ ഡീറ്റെയിൽസ് ആട്ടോ. അങ്ങനെ ഇതാണ് അവിടുത്തെ കാട്ടുപോത്ത്. നോക്കിക്കോ, ഒരു 3-4 എണ്ണത്തിൽ കൂടുതലുണ്ട്. ഫ്രണ്ടിലൊരു 3 എണ്ണവും പിന്നെ പുറകിൽ കുറച്ചെടുത്ത് അങ്ങനെ ഉണ്ടായിരുന്നു കാട്ടുപോത്ത്. അപ്പയും മോളും കൂടെ ലിസ നിൽക്കുന്നു എന്നും പറഞ്ഞിട്ട് എന്നെ കളിയാക്കി വിളിക്കുക. അവിടെ ഒരു 3 എണ്ണം ഉണ്ട്. ഒരെണ്ണം ഊഞ്ഞാലാടുന്നതിൻ്റെ അവിടെ ഇരിപ്പുണ്ട്. 2 എണ്ണം ഒരെണ്ണം ഇരിക്കുന്നു. ഒരെണ്ണം മുകളിലും ഇരിപ്പുണ്ട്. സിംഹവാലൻ കുരങ്ങ് കാണാൻ നല്ല ഭംഗിയുണ്ട്. കറക്റ്റ് സിംഹത്തിനെ പോലൊക്കെ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. നമുക്ക് കാണുമ്പോൾ ഒരു കൗതുകമൊക്കെ തോന്നും. കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനത്തെ സാധനങ്ങളെയൊക്കെ കാണാൻ ഇഷ്ടം. ഇതിനെക്കാട്ടി ഇഷ്ടം അവൾക്ക് ഇങ്ങനെ ചാടി നടക്കാനായിരുന്നു. പക്ഷേ ഇതിനകത്ത് വേറൊരു സാധനമുണ്ട്. അതിനെ കാണാനാണ് നമ്മൾ മെയിനായിട്ട് വന്നേ. അതിനെ കണ്ടോ ഇല്ലയോ നമുക്കറിയാം. എന്തായാലും സൂപ്പറാട്ടോ. സിംഹവാലൻ കുരങ്ങ് കൊള്ളാം. ഇവിടെയുള്ള കുറേ മൃഗങ്ങളെ കൊടുത്തിട്ട് കുറേ മൃഗങ്ങളെ വാങ്ങിച്ചു. അങ്ങനെ വാങ്ങിച്ച കൂട്ടത്തിലുള്ള ഒരു മൃഗമാണ് സിംഹവാലൻ കുരങ്ങ് കേട്ടോ. 3 എണ്ണമുണ്ട്. ഒരെണ്ണം കുഞ്ഞാണ്, 2 വലിയതുങ്ങൾ. എൻ്റെ കൂടെ വേറൊരു കുരങ്ങ്. ഞങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഞാൻ പിടിച്ചു നിർത്തിയതാണ് കേട്ടോ. എൻ്റെ കൂടെ നിൽക്കുന്നില്ലായിരുന്നു. ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുന്നു. അച്ചായി കുഞ്ഞിൻ്റെ കൂടെ അവളെ ഓരോന്നും കാണിച്ചിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. അടുത്തത് കാണുന്നത് ഒരു കുരങ്ങിനെ തന്നെയാണ്. പിന്നെ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനൊക്കെ മറക്കല്ലേ കേട്ടോ. ഈ പെണ്ണ് എന്നെ കളിയാക്കുക, ലിസായേ എന്ന് വിളിച്ചിട്ട് കളിയാക്കുക. ഞാനാണ് അവിടെ ഇരിക്കുന്നതെന്ന് പറയുന്നത്, ലിസായേ. അപ്പോൾ ഒരു കൂടെ വന്ന ഒരാൾ വന്ന് പേടിപ്പിച്ചതാണ്. കൂമനെ കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഞാൻ കൂമനെ കണ്ടത് ഫസ്റ്റ് ടൈം ഇതിനകത്ത് വന്നത് തന്നെയാണ്. ഞാൻ കൂമനെ കണ്ടു കേട്ടോ. ഒരെണ്ണേ ഉള്ളൂ, ഒരു കൂമനേ ഉള്ളൂ. ഇത് കൂമൻ്റെ കൂടാണ് കാണിച്ചേക്കുന്നത്. പിന്നെ ഒരു ഗ്രീൻ ബേർഡ് കിളികളാണ്. ഒരു 3-4 കിളികൾ, 3-4 ടൈപ്പ് കിളികളുണ്ട്. ഇതിൻ്റെ പേരും എനിക്കറിയില്ല കേട്ടോ. ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. അടുത്തത് കാണാൻ പോകുന്നതും ഇതിനെ പിന്നെ എല്ലാവർക്കും അറിയാവുന്ന സാധനമാണല്ലോ. ഇത് കാണാൻ വേണ്ടി നല്ല ഭംഗിയല്ലേ ഈ കിളി. സൂപ്പറല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇതായിരുന്നു നമ്മുടെ ചാടിപ്പോയ ഹനുമാൻ കുരങ്ങിൻ്റെ കൂട്. ഹനുമാൻ കുരങ്ങ് ഇവിടെ ഈ ഒരു സ്ഥലത്തു നിന്നാണ് ഹനുമാൻ കുരങ്ങ് ചാടിപ്പോയത്. ഇതിനകത്ത് കൊണ്ടിട്ടപ്പോഴാണ് ഹനുമാൻ കുരങ്ങ് ചാടിയിട്ട് ന്യൂസുകളിലെല്ലാം ഭയങ്കര ഇതായിരുന്നു. ഹനുമാൻ കുരങ്ങ് ചാടിപ്പോയി, തിരിച്ചു വന്നില്ല, 2-3 ദിവസമായി എല്ലാ മനുഷ്യരെയും അതിനകത്ത് ജോലി ചെയ്യുന്ന മനുഷ്യരെ പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ഇപ്പം വേറൊരു കൂട്ടിലിട്ടേക്കുക. ഇത് കഴുകൻ.
കഴുകൻ, ഹിമാലയൻ കഴുകനും പരുന്തും, പരുന്ത്, അങ്ങനെ പരുന്ത് കഴുകന്, അങ്ങനെ 2 കൂട്ടം സാധനങ്ങളാണ് ഈ ഒരു ഇതിനകത്ത് കിടക്കുന്നത്. നേരത്തെയൊക്കെ ഈ കഴുകനൊന്നും ഇതിനകത്തല്ല കിടന്ന്, വേറെ കൂടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ റീസെൻ്റ്ലി 1 വർഷമായുള്ളൂ ഈ ഉണ്ടാക്കിയിട്ട്. കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ടല്ലേ. ഇതിൻ്റെ എല്ലാം പേര് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. പേരൊക്കെ നമുക്ക് നോക്കി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ചായമുണ്ടൻ, വെള്ള അഗ്രിവാള്, മുമ്പേ നിങ്ങൾ കണ്ടത് വെൺകൊതുമ്പോ അങ്ങനെ കണ്ട ഏതാണ്ടാണ് അതിൻ്റെ പേര്. ഇതിൻ്റെയൊക്കെ പേര് പഠിക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാണല്ലേ. ഇതിനെ കാണാൻ നല്ല ഭംഗിയല്ലേ. കൂടുതലും നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് എനിക്കറിയത്തില്ല. ഈ കിളികളിലൊന്നും നേരത്തെ ഈ കളറില്ലായിരുന്നു കേട്ടോ. ഇതിൻ്റെ എല്ലാം വാലിൽ കളർ അടിച്ച് വെച്ചേക്കുക. നിങ്ങൾക്ക് ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം. സൂപ്പറാണ് കാണാൻ. കളർ അടിച്ച് വെച്ചേക്കുവാണെന്ന് പറയത്തില്ല. നിങ്ങൾ അതിനെ അങ്ങനെ കണ്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ തന്നെ പറയണം കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയത്തില്ല. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ആരും. കുറേ കിളികളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കുറേ കിളികൾ. ഇതിനകത്ത് നിന്നൊക്കെ കുറേ സാധനങ്ങളെ കൊടുത്തിട്ടാണ് പുതിയ സാധനങ്ങളെ വാങ്ങിച്ചേക്കുന്നത്. ഇത് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന നീർനായ. അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, കൂട്ടം കൂടി കളിച്ച് അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് കളിക്കാൻ വേണ്ടി ബോളൊക്കെ ഇട്ട് കൊടുത്ത് ഒരാളപ്പുറത്ത് ഒറ്റയ്ക്ക് മാറിയിരിപ്പുണ്ട്. ഇത് 3 പേരും കൂടെ കളിയാണ്. 3-4 പേരുണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര കളിയാണ്. മുന്നേ ഇവിടെ വന്നപ്പോൾ ഇത്ര ആനിമലോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം നല്ലതായിട്ട് കുറേ ആനിമൽസ് ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ കരടിയെ കാണാം. കരടിക്കുട്ടനെ കാണാം. കരടിക്കുട്ടനെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. നല്ല ആംബിയൻസ് ഉണ്ട്. ഇപ്പോൾ ഫുള്ള് പച്ച. അവരെന്നെ കൂട്ടാതെ ഓടി ഓടി നടക്കുക. അയ്യോ, കരടിയെ കാണാനില്ല. ഈ കൂട്ടിനകത്താണ് കരടിയെ ഇട്ടിരുന്നത്. അവൾ കരടിയെ കാണാൻ വേണ്ടിയിട്ട് ചാടി നോക്കുക കേട്ടോ. ഞാൻ ആ കൂട് സൂം ചെയ്ത് നോക്കിയിട്ട് കണ്ടില്ല. കരടി, അങ്ങനെയാണ് കരടിയുടെ പേര് കേട്ടോ. പക്ഷേ അന്നൊരു ദിവസം ഈ കരടി ഇതിനകത്ത് കാണാനില്ല. എവിടെ പോയെന്നറിയില്ല. ഇതിനകത്ത് കരടി ഉണ്ടെന്ന് നമുക്കറിയാം. നമ്മൾ നേരത്തെ വന്നപ്പോൾ 2 കരടികളെ കണ്ടിട്ടുണ്ട്. ഇപ്രാവശ്യം എന്തോ കരടിയെ കാണാൻ പറ്റിയിട്ടില്ല. തേൻ കരടി കണ്ടോ, കരടിയുടെ പേരാ. പന്നിക്കരടി, തേൻ കരടി, ഇതൊക്കെയാണ്. ഞങ്ങളുടെ മുന്നേ ഒരു ബസ്സുകാരിങ്ങനെ, അതായത് നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ, ഈ ബസ്സിൽ പോയി കഴിഞ്ഞാൽ ഫുൾ എല്ലായിടവും കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഈ വണ്ടിക്കകത്ത് കയറിയാൽ അങ്ങനെ കാണുന്നവരാണ്. ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ കുഞ്ചാക്കോ ബോബൻ പുതിയ സിനിമ ഷൂട്ട് ചെയ്തേക്കുന്നത്. സിംഹവുമായിട്ടുള്ള നല്ലൊരു കോമഡി പടം കേട്ടോ. നിങ്ങൾ കണ്ടു. സിനിമ കണ്ടു കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് ഞങ്ങൾക്ക് ഒരു ഉണർവ് വന്നത്, സൂ കാണാൻ പോകാമെന്ന്. അങ്ങനെ പോയതാ കേട്ടോ. ഇന്നെന്തോ നമ്മുടെ മൃഗങ്ങളെല്ലാം മുഖം തിരിഞ്ഞ് കിടക്കുന്ന പോലുണ്ട്. നമുക്ക് സിംഹത്തിനെ കാണാൻ പറ്റിയില്ല. കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ അത് നമ്മളെ നോക്കുന്നില്ല. നമ്മളെ ഫേസ് ചെയ്തല്ല കിടക്കുന്നത്, അങ്ങോട്ട് ഫേസ് ചെയ്താണ് കിടക്കുന്നത്. അതുകൊണ്ട് കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. കുറേ പേര് പിള്ളേരെല്ലാം കിടന്ന് കൂവുന്നുണ്ട്, നിനക്ക് നാണം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് നോക്കടാ എന്ന് പറഞ്ഞു. പക്ഷേ അത് മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഇതിൻ്റെ പേരെന്താണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുമോ? ഇതിൻ്റെ പേര് എമു എന്നാണോ ഓസ്ട്രിച്ച് എന്നാണോ? അച്ചായി ഞാനും കൂടെ ആദ്യം ബെറ്റ് വെക്കേണ്ടി വന്നു. ഞാൻ പറഞ്ഞു എമു ആണെന്ന്, അച്ചായി പറഞ്ഞു ഓസ്ട്രിച്ച് ആണെന്ന്. പക്ഷെ സംഭവം എമു ആണ്. എമു തന്നെയാട്ടോ. അത് ഒറ്റയ്ക്ക് നിന്ന് തീറ്റ തിന്നുവാണ്. താഴോട്ട് കുറേ എമു കിടപ്പുണ്ട്. ഇനി കാണാൻ പോകുന്ന സാധനത്തിന് മുന്നിൽ 2 ഇട്ട് കൊടുത്തിട്ട് ഞാൻ പോവും. നോക്കിക്കോ, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുവാവയുണ്ട്. കുഞ്ഞുവാവയല്ല വെള്ളത്തില. കുഞ്ഞുവാവയ്ക്ക് പേര് ലക്ഷ്മിന്നോ ജാനകിന്നോ അങ്ങനെ കണ്ടൊക്കെ പേരിട്ട് വെച്ചേക്കണേ. ജാനകിന്നോ. ശരിക്കും നമ്മൾ വന്നത് ഇതിൻ്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇതെന്തുവാണെന്ന് കുറേ പേർക്കൊക്കെ മനസ്സിലായി കാണും. ഇത് നമ്മുടെ ഹിപ്പപ്പൊട്ടാമസ് ആണ്. ഹിപ്പപ്പൊട്ടാമസിന് ഒരു കുഞ്ഞുണ്ട്, ഒരെണ്ണം ഗർഭിണിയുമാണ്. അപ്പോൾ അതിൻ്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഞങ്ങൾ വന്നത്. പക്ഷേ അതിൻ്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് മാത്രം ഒരു മാർഗവും ഇല്ല. ഞങ്ങൾ വരുന്നതിൻ്റെ കുറച്ച് സമയം മുമ്പാണ് ഇത് കരയ്ക്ക് കയറി
ഫുഡും കഴിച്ചിട്ട് അമ്മയും കുഞ്ഞും കൂടെ വീണ്ടും വെള്ളത്തിലിറങ്ങിയതാണ്. ജനിച്ചിട്ട് ഒരു 4 മാസം അത്രയും കണ്ടേ ആയിട്ടുള്ളൂ കേട്ടോ. കാണാൻ വേണ്ടി തീരെ പൊടിയാട്ടോ. അപ്പോൾ അമ്മയുടെ കൂടെ കുഞ്ഞിങ്ങനെ ഒറ്റിപ്പറ്റി കിടക്കുക. അമ്മ എപ്പോൾ കരയ്ക്ക് കയറുന്നു അപ്പം മാത്രമേ കുഞ്ഞും കരയ്ക്ക് കയറുള്ളൂ. മറ്റ് ഹിപ്പപ്പൊട്ടാമസുകളൊക്കെ ഞങ്ങൾ ചെന്നതിന് ശേഷം നിങ്ങൾ നോക്കിക്കോ, ഒറ്റയ്ക്ക് എല്ലാവരും കയറി ഫുഡ് കഴിക്കുന്നുണ്ട്. കുഞ്ഞ് നോക്കി നിന്ന് മടുത്ത്. അവൾ പറഞ്ഞു, ഞാൻ മടുത്ത്, എനിക്ക് വയ്യ, വാ പോകാം, ഇനി നോക്കി നിൽക്കണ്ടെന്ന് അവൾ പറഞ്ഞു. കാരണം എത്ര നേരം എന്ന് പറഞ്ഞാൽ നിൽക്കുന്നേ. ഒരാൾ കയറി വരുവാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അവൻ വന്ന് ഫുഡൊക്കെ കഴിച്ച് ബാക്കി എല്ലാവരും വന്ന് ഫുഡ് കഴിച്ചു. എന്നിട്ടും നമ്മുടെ അമ്മയും കുഞ്ഞും മാത്രം വരുന്നില്ല. അനങ്ങി കുലുങ്ങി വരുന്നത് കാണാൻ തന്നെ ഒരു ചന്തമല്ലേ. അതിൻ്റെ വായിലെങ്ങാണം പെട്ട് പോയാൽ തീർന്നു. ഇപ്പം കൊണ്ട് അവർക്ക് ഫുഡ് ഇട്ട് കൊടുക്കുമായിരുന്നു കേട്ടോ. ഫുഡ് ഇട്ട് കൊടുക്കുന്നവർക്ക് മറ്റേ എന്താ പറയുന്നത്, എന്ത് ഫുഡാണ് ഇവർക്ക് കൊടുക്കുന്നത്? അയ്യോ, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. കുറേ കാക്കകളും ഉണ്ട്. കാക്കകൾ വന്ന് ചുറ്റും ഇരിക്കുക. ഈ പുള്ളിയാണ് ആദ്യം ഇറങ്ങി വന്നത്. ഈ പുള്ളിക്ക് പുറകെ ബാക്കി എല്ലാവരും എഴുന്നേറ്റു. പക്ഷേ നമ്മുടെ അമ്മയും കുഞ്ഞും മാത്രം എഴുന്നേറ്റ് വന്നില്ല. ഇതിനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഏതാണ്ട് 1 മണിക്കൂറോളം ഇതിൻ്റെ ചുവട്ടിൽ നിന്നു. തിരിഞ്ഞു നോക്കിയപ്പം ഹിപ്പപ്പൊട്ടാമസിനെ ഉണ്ടാക്കി വെച്ചേക്കുന്നു മരത്തിൻ്റെ മുകളിൽ. എന്തോ കണ്ണിനകത്ത് എന്തോ ഉരുവോ എന്തോ ഉള്ളേ? എന്തോ പുരുവോ? പുഴുവോ? അവർക്ക് തീറ്റ കൊടുത്തത് പോരാഞ്ഞിട്ട് അവിടെ നിന്ന് ഈറയും കൂടെ വലിച്ച് പറിച്ച് കഴിക്കുകയാണ്. മുമ്പേ വന്ന ഹിപ്പപ്പൊട്ടാമസ് തന്നെ കേട്ടോ. അതുകൊണ്ട് അവിടെ നിന്ന് ഒരു ഈറ വലിച്ച് പറിച്ച് അവനത് സുഖമായിട്ട് അകത്താക്കി. അത് കഴിഞ്ഞിട്ട് ഇതിന് പുറകിലായിട്ട് നമ്മുടെ റൈനോസർ കിടപ്പുണ്ട്. റൈനോസറും കിടക്കുന്നതും ഇന്ന് വെള്ളത്തിനകത്താണ്. അവിടെ നിങ്ങൾക്ക് കാണാൻ കേട്ടോ ഹിപ്പപ്പൊട്ടാമസിൻ്റെ കുഞ്ഞിനെ വളരെ ചെറിയതായിട്ടൊരു തല പോലെ കാണാൻ വേണ്ടി പറ്റും. നന്നായിട്ട് കാണാനേ പറ്റത്തില്ല. ഞങ്ങൾ ആവുന്ന പണി 18 നോക്കി. കുറേ സമയമായിട്ട് ഇവർ ഞങ്ങളെ പോസ്റ്റ് ആക്കിയേക്കുക. ഒരു വിധത്തിയ ബബ്ലു അബ്രാം, ഇതിന് 2 പേരാണേ. അപ്പോൾ അത് പൊങ്ങി വരുന്നില്ല. കുറേ മുമ്പേ പൊങ്ങി വന്നായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ഇതുവരെയും പൊങ്ങി വന്നില്ല. അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഞങ്ങളൊരു വരിക്കാവുന്നതല്ലാതെ അത് പൊങ്ങി വരുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. മെയിനായിട്ട് അതിൻ്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയാണ് വന്നേ. പക്ഷേ അതിൻ്റെ കുഞ്ഞ് മാത്രം വരുന്നില്ല പൊങ്ങി. ബാക്കി എല്ലാവരും വന്നു. ഇത് നമ്മൾക്ക് ആർക്കും അറിയാത്തതല്ലല്ലോ, സ്ഥിരമായി കാണുന്ന ഒരു മാനാണ്. ഈ മാനിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. ഇതും ഒരു വെറൈറ്റി ഇനം മാനുകളാണ്. പക്ഷേ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ പോയപ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അവിടെ പുള്ളിമാനായിരുന്നു. പുള്ളിമാനെ കൂടുതലും കൊടുത്തിട്ടാണ് അവിടെ കുറേയധികം ബാക്കിയുള്ള മൃഗങ്ങളെയൊക്കെ വാങ്ങിച്ചത്. ഇത് നമ്മുടെ സ്വന്തം ടൈഗർ ഇറങ്ങി വരുന്നത് നോക്ക് നിങ്ങൾ. ഒരു ഗർജനത്തോടെ ഇറങ്ങി വരുന്നത്. എൻ്റെ അമ്മോ ടൈഗർ വരുന്നേന്നും പറഞ്ഞ് പിള്ളേർ കിടന്ന് ഓടുന്ന കേട്ട്. കാണാൻ തന്നെ ഒരു അഴകാണല്ലേ. കാട്ടിൽ കാണുന്ന മൃഗങ്ങളെയൊക്കെ നമ്മൾ നാട്ടിൽ നേരിട്ട് കാണുമ്പോൾ ഒരു വല്ലാത്ത വൈബാണ്. എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. എടാ മോനെ കണ്ടോ, എടമോനെ കണ്ടോ, എത്ര എണ്ണമാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയ സമയത്ത് അവിടെ കുഞ്ഞായിരുന്നേ, 3 എണ്ണം കുഞ്ഞതായിരുന്നു. ആ കുഞ്ഞതുങ്ങളും
ഇപ്പം നിങ്ങൾ നോക്കിയോ, ഇതേ ലാസ്റ്റ് വരുന്നുണ്ട്, കുഞ്ഞു ടൈഗർ വരുന്നുണ്ട്. അതിനെ കാണിക്കാൻ വേണ്ടി പറ്റും. ഇതാ ഫാനു അങ്ങനെ എന്താണ്ടോ ആണ് ഈ ടൈഗറിൻ്റെ പേര്. ഇവരൊക്കെ നല്ല പ്രായം ചെന്ന പഴയ ആൾക്കാരാണ്. ഇത് ഞങ്ങൾ എടുത്തത് പ്രത്യേകിച്ചും ആ ഒരു സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലം, കുഞ്ചാക്കോബനെ നെഞ്ചത്തിട്ട് മാന്തുന്നതും സുരാജ് വെഞ്ഞാറമൂട് ഇറങ്ങുന്ന അതിനകത്ത് നിൽക്കുന്ന ആ ഒരു സീനൊക്കെ ക്രിയേറ്റ് ചെയ്തത് ഈ സ്ഥലത്താണ്. ബാബുണ്ണി പാടിക്കൊടുക്കുക ഞാൻ. പാവം എല്ലാവരും ഉറക്കമായിരുന്നു കേട്ടോ. നമ്മൾ ചെന്ന ഒരു വൈകുന്നേര സമയം ആയതുകൊണ്ടായിരിക്കാം എല്ലാവരും 5 മണി സമയത്താണ് നമ്മൾ ചെന്നത്. ഇത് ഈ സൂവിൽ തന്നെ വളർന്ന കുഞ്ഞു ലിപ്പോഡുകളാണ് കേട്ടോ. ഇവർ ഇവിടെ തന്നെയാണ് വളർന്നത്. ബേബി ഇവിടെ തന്നെ ജനിച്ച് ഇവിടെ തന്നെയാണ് ഇത്രയും വലുതായി വന്നിരിക്കുന്നത്. അവരാണ് 3 പേര് 4 പേരിപ്പോൾ ഉണ്ട്. അവളതിൻ്റെ മണ്ടയ്ക്കൂടൊക്കെ കയറിയിട്ട് അതിനെ കാണാൻ വേണ്ടി നോക്കുക. ധൈര്യം ഉണ്ടെങ്കിൽ വാടാ എന്നെ നോക്കടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ധൈര്യത്തിനൊന്നും ഒരു കുറവില്ല, കയറിക്കോളൂ. ഇത് നമ്മുടെ മുള്ളംപന്നിയെ ഞാനും അച്ചായി ഒന്നും ഇതുവരെയും കണ്ടിട്ടില്ല. അതിൻ്റെ പക്ഷേ മുള്ള് കണ്ടിട്ടുണ്ട്. അച്ചായിയുടെ വീട്ടിൽ പോയപ്പോൾ ഒരു ദിവസം ഞാൻ മുള്ള് കണ്ടു. പക്ഷേ മുള്ളംപന്നിയെ ഡയറക്റ്റ് ഇതുവരെ ആദ്യമായിട്ടാണ് കാണുന്നത്. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. ഇത് കുറേ ഉണ്ട് ഇവിടെ. ഇതിനെ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആൾക്കാർ കൂടുതലാണ്. കാരണം അധികം ആരും കണ്ടിട്ടില്ലല്ലോ ഇതിനെ. മേഖലയിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ അറിയാമായിരിക്കും, അവരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാലും ഞാനൊന്നും ഇതുവരെയും കണ്ടിട്ടൊന്നുമില്ല. ഈ ഗ്ലാസ്സിനകത്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ ഇതിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പറ്റുകയും ചെയ്യും. ഇത് നടന്നു പോകുമ്പോൾ അതിൻ്റെ മുള്ള് കുടഞ്ഞിട്ട് പോവും. അങ്ങനെയാണ് മുള്ളംപന്നി പോകാറ്. അങ്ങനെയാണ് നമ്മുടെ പറമ്പിലൊക്കെ മുള്ളംപന്നിയുടെ മുള്ള് കൂടുതലും കാണുന്നത്. ശരിക്കും ഇവയെ കണ്ട പന്നിയുടെ കൂട്ട് തന്നെയാണ്. പന്നിയുടെ ചെറിയൊരു മിനി വേർഷൻ അതാണ് മുള്ളംപന്നി അല്ലേ. പക്ക അതിൻ്റെ ഷേപ്പും കാര്യങ്ങളും എല്ലാം മുള്ളംപന്നിയുടേത് പന്നിയുടെ ഷേപ്പ് തന്നെയാണ് വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഇനിയും കാണാൻ പോകുന്ന സാധനത്തിനെ നിങ്ങൾ കളർ അടിച്ചു വെച്ചേക്കുന്നതാണോ അതോ അതിനങ്ങനെ ഉണ്ടോ എന്ന് പറയണം. ഇതിൻ്റെ പേരെന്താണ്? ഒട്ടകപ്പക്ഷി അല്ലെങ്കിൽ ഓക്സ്ട്രിച്ച് എന്ന് പറയും. ഇതിൻ്റെ വാലിലും തുമ്പിലും എല്ലാം കളറടിച്ച് വെച്ചേക്കുന്നതല്ലേ. ദാണ്ടടാ നമ്മുടെ പാമ്പ്. എൻ്റെ പൊന്നോ, അനാക്കൊണ്ട തന്നെയല്ലേ ഇത്. ലോങ്ങസ്റ്റ് സ്നേക്ക് ഇൻ വേൾഡ്. പെരുമ്പാമ്പിനെ കാണണോ? ഇത് ഈ പെരുമ്പാമ്പും ഇവിടെ തന്നെ കിടന്ന് വളർന്നതാണ് കേട്ടോ. അത് ഈ കൂട്ടിനകത്ത് കടന്ന് വളർന്ന് വലുതായ പാമ്പാണ് ഇവിടെ ഈ പെരുമ്പാമ്പും. മൂർഖനെയൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ. അതിൻ്റെ പത്തി വിടർത്തിയിട്ടില്ല, അല്ലാതെ തന്നെ ഇതായിരിക്കുന്നുണ്ട് മൂർഖന്. എനിക്ക് പാമ്പിനെ കാണാൻ പേടിയാണ്, പക്ഷെ കുഞ്ഞിന് പേടിയില്ല കേട്ടോ. കരയാമ, വെള്ളയാമ ആമകൾ, റൈറ്റീന ആമകൾ അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട്, കുഞ്ഞുങ്ങളില്ലാന്ന് തോന്നുന്നു. കുഞ്ഞുങ്ങൾ ആറാവുന്ന ആ ഒരു സമയത്തേക്കിന് നിങ്ങളെ മാറ്റിയിടും. കാട്ടുപാമ്പ്, ഇതൊക്കെ അറിയാവുന്നവർ ഒത്തിരി പേര് കാണും. ഇതിനെയൊന്നും കണ്ടിട്ടില്ലാത്തവരും കാണുമായിരിക്കും അല്ലേ. കണ്ടിട്ടില്ലാത്തവർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ല കേട്ടോ. ഇത് ഞാൻ കണ്ടിട്ടില്ല. ആമയാണോ? ടോർട്ടോയ്. പല ടൈപ്പിലുള്ള ടോർട്ടോയ്സ്. പിന്നെ പാമ്പുകൾ, പല ഇനം പാമ്പുകൾ. ഇത് ഷുഗർ ഗൈഡ്. ഈ പാമ്പിനെ ഞങ്ങൾ കണ്ടില്ല. ഇതിൻ്റെ ആ ഒരു കൂട് കണ്ടതിൻ്റെ ഭംഗി മാത്രമേ നമ്മൾ കണ്ടുള്ളൂ, പാമ്പിനെ കണ്ടില്ല കേട്ടോ. അതുകൊണ്ട് പാമ്പിനെ കാണാൻ പറ്റിയില്ല. എങ്ങനത്തെ പാമ്പാണെന്നൊന്നും അറിയത്തില്ല. പക്ഷേ അതിൻ്റെ കൂട് കാണാൻ വേണ്ടിയിട്ടൊരു വെറൈറ്റി, നല്ല ഭംഗിയുണ്ട്. ഇത് നമ്മുടെ നാട്ടിലുള്ള പല ഇനം പാമ്പുകൾ, നാഗത്താൻ പാമ്പ്, അങ്ങനെയുള്ള പല ഇനം പാമ്പുകൾ, ചേര. ഇവരെ പിന്നെ അറിയാത്തത് വേറെ ആരും ഇല്ലല്ലോ. ഇവരെ അറിയാം, എല്ലാവർക്കും ചേരയെ അറിയാം. ചേര അറിയാത്തവരായിട്ട് നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ആരും കാണാൻ ചാൻസ് ഇല്ല കേട്ടോ. മൂർഖൻ പാമ്പ് ഇതാ വരുന്ന ഇഴഞ്ഞ്. എൻ്റെ അപ്പാ, കാണുമ്പം തന്നെ ഒരു പേടിയാണ് കേട്ടോ. കുഞ്ഞിന് ഇതിനെയൊന്നും കാണുമ്പോൾ ഒരു പേടിയില്ല. എന്താണെന്നറിയോ, നമ്മൾ കുഞ്ഞിനെ ഒരു സാധനത്തിനെ പേടിപ്പിച്ചിട്ടില്ല, അതുകൊണ്ടായിരിക്കാം അങ്ങനത്തെ കാര്യങ്ങളൊന്നും പേടിയില്ല. ഇവിടെ ആരാ?
ആരോ കിടപ്പുണ്ട്. ദേ പേര് മറന്നുപോയി കേട്ടോ. എനിക്കറിയാത്ത കാര്യങ്ങൾ ഞാൻ അറിയത്തില്ല എന്ന് തന്നെ പറയും. അത് തെറ്റാണെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക കേട്ടോ. ഇതാ കിടപ്പുണ്ട്, കാണാനും കുഴപ്പമില്ല. ഗ്രീൻ അനാക്കൊണ്ട. ഇതാ അനാക്കൊണ്ട. ഇവിടെ കിടന്ന് വളർന്ന അനാക്കൊണ്ടയിലൊന്ന്. 2 അനാക്കൊണ്ടയെ കിട്ടിയായിരുന്നു ഇവിടെ. അങ്ങനെ അതിലൊന്നാണിത്. ദേ ഇവിടെ കിടന്ന് വളർന്ന് വലുതായവരായ അവർ രണ്ടുപേരും ആദ്യം കണ്ടതും ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന അനാക്കൊണ്ടയും ഇവിടെ തന്നെ കിടന്ന് വളർന്ന് വലുതായവരാ. പക്ഷേ ഇതിൻ്റെ തല ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല കേട്ടോ. വീഡിയോയ്ക്കകത്ത് നോക്കിയിട്ടും കാണുന്നില്ല. നിങ്ങൾ കണ്ടാൽ കമൻറ്റ് ചെയ്യണേ എവിടെയാണെന്ന്. ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് കമൻറ്റ് ഇടാൻ പറ്റുമെങ്കിൽ ഇടുവോ? രാജവെമ്പാല. കൊച്ചേട്ടനെ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട് രാജവെമ്പാല. രാജവെമ്പാല തന്നെ. പിന്നെ ഞങ്ങളുടെ കുറേ പിക്ക്. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.